ബഹുമാനമുള്ള മുഅ്മിനുകളെ, മദീന കാണാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെയില്ല. പക്ഷേ ആ മദീനത്തേക്ക് എത്താനുള്ള പ്രവർത്തനം നമ്മുടെ കരങ്ങളിൽ ഇല്ല. നമ്മുടെ ഖൽബുകളിലോ നമ്മുടെ നാവുകളിലോ അതിന്റെ പ്രവർത്തനങ്ങളില്ല. എന്നെ മദീനത്തെത്തിക്കണം എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നത് കൊണ്ട് മാത്രമായില്ല, ഏതൊരാളും മനസ്സുകൊണ്ട് ഒരുങ്ങണം. അല്ലാഹുവേ, എന്നെ പരിശുദ്ധമായ മദീനത്തെത്തിക്കണമെന്ന് പറഞ്ഞിട്ട് മനസ്സുകൊണ്ട് കൊടുക്കുന്നതിനോടൊപ്പം വസുന്നത്തുൽ റസൂലില്ലാഹ്, അള്ളാന്റെ ഹബീബിന്റെ സുന്നത്തുകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ആ സുന്നത്തിന്റെ വഴികളിലൂടെ നിങ്ങൾ മുന്നോട്ട് കടന്നു പോകണം. അപ്പോഴാണ്, ആ സവിധത്തിലാണ്, ആ സമയത്തിലാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ മറ്റുള്ള മതസ്ഥരുടെ ആചാരങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ഇന്ന് പലരും ഓണവുമായി ശ്രോണം എന്ന് പറയുന്ന ഒന്നാണ് ഓണമായി മാറിയത്. ശ്രോണം എന്ന് പറയുന്ന ഒന്നാണ് ഓണമായി മാറിയത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് പഠിക്കണം, ഞാൻ ഓണത്തിനെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും വന്നതല്ല. ഇന്ന് നോക്ക്, പല ആളുകളും അല്ലാഹുവേ ഒരു 10 സ്വലാത്ത് ഹബീബിന് വേണ്ടി ചൊല്ലാൻ മടിയാണ്. എന്നാൽ നേരം വെളുത്ത് വൈകുന്നേരം വരെ മക്കളെ പറഞ്ഞു വിടാനും അതുപോലെ പല 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 കാര്യങ്ങളിൽ ചേർക്കാനും ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോ നിങ്ങളുടെ മക്കളെ പിടിച്ച് കെട്ടിയിടണമെന്ന് പറയുന്നില്ല. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിന്റെ അകത്തട്ടിലിരിക്കുമ്പോ കൊച്ചു പെൺകുട്ടിയാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അന്ന് ഇതുപോലെ ചില കലാപരിപാടികൾ ചില കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ചില ആളുകൾ അവിടെ വന്നിട്ട് ഇങ്ങനെ മുട്ടുന്നയൊക്കെ കണ്ടപ്പോ ആയിഷ ബീവി കൊച്ചു പെണ്ണല്ലേ, ആയിഷ ബീവിക്ക് ഒരു വല്ലാത്ത ഒരു മോഹമെന്ന് കാണണമെന്ന് അത് റസൂലുള്ളാഹിക്ക് മനസ്സിലായി. ആയിഷ അത് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഉടൻ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുണുങ്ങി അങ്ങ് തലയാട്ടി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ എന്റെ പിന്നിൽ നിൽക്കുമോ ആയിഷ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ കൈ ഇങ്ങനെ വെച്ചു. അതിന്റെ ഇടയിലൂടെ ആയിഷ ബീവി അത് കാണിച്ചു കൊടുത്തു റസൂലുള്ളാഹ്. അവിടെ ഒരു പരിപാടി നടക്കാൻ ആയിഷ ബീവി കൊച്ചുകുട്ടിയാ പറഞ്ഞു കാണണമെന്ന് അല്ലേ? നമ്മുടെ നാടുകളിലൊക്കെ പല പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ചിലര് പറയും അത് വിട്ടൂടെ, ഹറാമാണ്, കൊച്ചുമക്കളാണ് അവർ, നമ്മളിനി എത്ര പറഞ്ഞാലും അവര് കേൾക്കൂല, അവര് പോയി കാണും. എന്നാലും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് പഠിച്ചുകൊള്ളണം, നമ്മൾ ഒരാളെയും ഒരു മതത്തെയോ ഒരു മതത്തിന്റെ ആചാരത്തെയോ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കേണ്ടുന്നത് ആരെയെന്നറിയോ? ഇന്നിപ്പോ വഴിയോരത്ത് മാവേലി വരുമ്പോ മാവേലി കാണാൻ വേണ്ടിട്ട് പടച്ചോനെ എന്തൊക്കെയാ അല്ലേ? അതിന് അൽഹംദുലില്ലാഹ് നല്ല തട്ടയിട്ട് മാവേലി വരുന്ന സമയമാകുമ്പോ നല്ല ഉഷാറായിട്ട് കുളിച്ച് ഒരുങ്ങി സെറ്റായി നിൽക്കുക അല്ലേ? എന്തിനാണ് മാവേലി വരുന്ന കൊടയും പിടിച്ച് കണ്ട പിന്നെ മക്കളെ കാണിച്ച് എല്ലാരെയും കാണിച്ച് ആക്റ്റീവായി. നമ്മൾ കാണാൻ ആഗ്രഹിക്കേണ്ടുന്നത് ആരെയെന്നാണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആരെയാണോ നമ്മൾ കാണാൻ കൊതിക്കുന്നത് അവരെ നമ്മൾ എവിടെങ്കിലും വെച്ച് കാണുമല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ മനസ്സ് കൊടുക്കേണ്ടുന്നത് ആരെ കാണാനെന്നറിയുമോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് നബി തങ്ങളെ കാണാൻ, അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ അല്ലേ? അതുകൊണ്ടാണ് ഇവിടുന്ന് പറയാനുള്ളത്, നാളെ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ നിങ്ങൾ നടക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദുനിയാവിന്റെ പുറത്തുള്ള ഒരാളും നിങ്ങളെ തിരക്കിയിട്ട് വരില്ല. പക്ഷേ നാളെ മഹ്ശറയിൽ നിങ്ങളെ തിരക്കി വരുന്നൊരു നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നാളെ നിങ്ങളെ തിരക്കി വരുന്നൊരു നേതാവ് അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബിനെയാണ് കാണേണ്ടുന്നത് അല്ലേ? പരിശുദ്ധമായ ബദറിന്റെ രണാങ്കണത്തിൽ കടന്നുപോയ മുസ്തഫായ നബി, ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളൽകൊടി മോണ്ടെണ്ണം കേട്ടിടയതിലുണ്ടേ അബിയൽ വർണ്ണമതാം പിൻ രണ്ടും
അസ്വദുമാമേ ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായി അന്നേരം വളകൊടി മോണ്ടെണ്ണം കേട്ടിടയതിലുണ്ടേ അബിയവ് വർണ്ണമതാം പിൻരണ്ടും അസുവതുമാമേ. പരിശുദ്ധമായ ബദറിൽ പങ്കെടുത്ത നബി എന്തിനാ? നമുക്ക് വേണ്ടിയിട്ടാണ്. ഉഹദിൽ റസൂലുള്ള കടന്നുപോയ മുസ്ലിമിന് വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുമ്പോ കാണാൻ കൊതിക്കേണ്ടുന്നത് കൽബിലണഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ കരൽ പറിച്ചു തരാം നസീബെ സ്വീകരിച്ചൂടെ. കൽബിലണഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ കരൽ പറിച്ചു തരാം നസീബെ സ്വീകരിച്ചൂടെ. കാത്തു കിടക്കാൻ ഞാൻ ഹബീബൻ കനവിൽ വന്നോടെ ഇന്നൻ രാവിലണഞ്ഞൂടെ ഇന്നൻ രാവിലണഞ്ഞൂടെ. മദീനയാണ് മനസ്സിന്റെ ഉള്ളിൽ വരേണ്ടുന്നത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പച്ചക്കുപ്പ കണ്ടോ? അവിടെ വന്ന് ചെന്നു നിൽക്കുന്ന ഒരു രംഗമെന്ന് ആലോചിക്കും. തൊട്ടടുത്തങ്ങ് നിൽക്കുമ്പോൾ അറിയാതെ ഖൽബങ്ങ് പൊട്ടുവല്ലോ. എത്ര കണ്ടാലും എത്ര കേട്ടാലും എത്ര പാടിയാലും എത്ര മധു പറഞ്ഞാലും തീരില്ലല്ലോ അള്ളാന്റെ ഹബീബിനെ പറ്റിയുള്ള വർണ്ണനകൾ. ആ പച്ചക്കുപ്പയുടെ അരികത്ത് ചെന്ന് നിൽക്കുമ്പോൾ എത്രയോ തവണ കാണാൻ കൊതിച്ചു പോയ അള്ളാന്റെ ഹബീബിന്റെ പച്ചക്കുപ്പയുടെ ചോട്ടിലങ്ങ് നിന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നങ്ങ് പറയുമ്പോ മനസ്സ് വല്ലാതെ വിങ്ങുകയാണ്, ഖൽബങ്ങ് പൊട്ടുകയാണ്, കണ്ണു നിറഞ്ഞു ഒഴുകുകയാണ്. എവിടെയാ നിൽക്കുന്നത്? ലോകത്തിന്റെ തിരുദൂതരുടെ ആ പരിശുദ്ധമായ വെള്ളക്കൊട്ടാരത്തിന്റെ പച്ചക്കുപ്പയുടെ ചോട്ടിലാണ്. അള്ളാഹു ഞങ്ങളെ മുഴുവനും അവിടെ എത്തിക്കട്ടെ. ചിന്തിച്ചു നോക്കിക്കേ. പക്ഷെ അതിനെന്ത് വേണം? കാണാനൊന്ന് കൊതിക്കണം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടിട്ട് കൊതിക്കുമ്പോഴാണ് അവിടെ നമുക്ക് എത്താൻ പറ്റുന്നത്. കാണാൻ വേണ്ടി ആശിക്കുമ്പോഴാണ് അവിടെ എത്താൻ പറ്റുന്നത്. അതിനു വേണ്ടിയിട്ടല്ലേ കടന്നു വരുന്നത്. സല്ലി വസല്ലിം അൽഫ സലാത്തി അൽഫ സലാമിൻ ബിൽ ബറകാതി അലൻ നബി സയ്യിദിനാ ഹുവ ഖൈറു ദുആതി റബ്ബി സിദ്ഹു കമാലൻ സിദ്ഹു ജലാലൻ ബിസ്സലവാതി ബിസ്സലവാതി صلي صلاة كاملة يا ربي على من فاق نبيا بلغه يا رب سلاما طيب تغيا منا أجمل من كل نبي كل بريا. ൊക്കെ നല്ല മധുപാട്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ എഴുതി കൊടുക്കണം. പരിശുദ്ധരായ ഹബീബിനെ പറ്റി വർണ്ണിക്കാൻ എത്ര പറഞ്ഞാലും മതി വരുമോ? സന്തോഷത്താലെ നിറഞ്ഞു നിന്നേ പുണ്യ റബീഇന് സ്വാഗതം വന്നേ കൽബ് കുളിർത്തു നിറഞ്ഞിടുന്നേ കനവിൽ വരാമോ എന്നെ വിദൂതരേ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരികയാണ്. ആ റബീഉൽ അവ്വലിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് മുമ്പ് ആയിരക്കണക്കാന സ്വലാത്തുകള് ഖൽബിന്റെ അകത്തട്ടിൽ കൊണ്ടുവരണം. സഹോദരങ്ങളെ, മനസ്സിന്റെ ഉള്ളിൽ ഒരു നിയ്യത്ത് വെക്കണം. റബ്ബേ, പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ഒരുപാട് ലക്ഷക്കണക്കാന കോടിക്കണക്കാന സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ആ റബീഉൽ അവ്വലിനെ വരവേൽക്കുമെന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോടെ സ്വലാത്തുകൾ ചൊല്ലുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഒറ്റ നീയത്താണ്, റബ്ബേ എന്നെ അവിടെ വന്നെത്തിക്കണേ റബ്ബേ. അള്ളാന്റെ ഹബീബിന്റെ വെള്ളക്കൊട്ടാരത്തിന്റെ ജാരത്ത്, ആ പച്ചക്കുപ്പയുടെ ജാരത്ത് എന്നെ എത്തിക്കണേ എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്താൽ സഹോദരങ്ങളെ, മടി വേണ്ട, അള്ളാഹു നിങ്ങളെ എവിടെ എത്തിക്കും. അതിനുവേണ്ടി ഒരുങ്ങണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അപ്പോഴാണ്
നമുക്കവിടെ എത്തിച്ചേരാൻ പറ്റുന്നത്. അപ്പോഴാ നമുക്കവിടെ എത്തിച്ചേരാൻ പറ്റുന്നത്. അതുകൊണ്ട് ഉറപ്പിക്കണം, ഇപ്പൊ തന്നെ നമ്മൾ കാണാൻ കൊതിക്കുന്നത് റസൂലുള്ളാഹിനെയാ. ഹബീബിനെന്ന് കാണാൻ കൊതിച്ചു നോക്ക്. അതിനേക്കാൾ വലിയ ഭാഗ്യമൊന്നുമില്ല, അതിനേക്കാൾ വലിയ സന്തോഷമൊന്നുമില്ല. ഹബീബിന്റെ ആ വാക്കുകൾ എത്രയോ അത്ഭുതങ്ങളാണ്. ഹബീബിന്റെ ജീവിതം എത്ര അത്ഭുതങ്ങളാണ്. ഹബീബിന്റെ പാഠങ്ങൾ എത്ര അത്ഭുതങ്ങളാണ്. ആ അത്ഭുതങ്ങളുടെ കലവറകൾ എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ ഉള്ളിൽ ഒരാശ തീർത്താൽ നമ്മൾ അറിയാതെ ചൊല്ലിപ്പോകും. കിടക്കുമ്പോ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അറിയാതെ ചൊല്ലും നമ്മള്. പക്ഷെ മനസ്സ് അവിടത്തേക്കൊന്ന് കൊടുക്കാൻ വേണ്ടി ഒരുങ്ങ. ഹബീബിലേക്കൊന്ന് മനസ്സ് കൊടുക്കുമ്പോഴാണ് നമുക്കവിടെ എത്തിച്ചേരാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നല്ല മനസ്സ് കൊടുത്ത് സ്വലാത്തുകൾ നാളെ മുതൽ ചെയ്യപ്പെട്ട സഹോദരങ്ങളോട് പറയാം. ഞാൻ നിങ്ങളെ കളിയാക്കാനോ കുറ്റപ്പെടുത്താനുമല്ല. നിങ്ങൾ കമന്റിൽ വരുമ്പോ നിങ്ങൾ ഇന്നലെ എത്ര സ്വലാത്തുകൾ ചൊല്ലി എന്ന് നിങ്ങളൊരു കണക്കെടുക്കണം. നാളെ മുതൽ മുമ്പ് ചൊല്ലി വെച്ചതല്ല. കാരണം എന്തെന്നറിയോ, നമുക്ക് കോടിക്കണക്കായ സ്വലാത്തുകൾ ഇതിലൂടെ ചൊല്ലണം. പരിശുദ്ധരായ ഹബീബിന്റെ സമ്മാനമായ റബീഉൽ അവ്വലിന് കൊടുക്കണം. എല്ലാവരും ഒന്ന് ചൊല്ല്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ, സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണെന്നറിയാം തങ്ങളെ, കൈപിടിക്കണം ഞങ്ങളെ. ചൊല്ല്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പാപമാലേ കറുത്തു പോയൊരു കൽബും കൊണ്ടിവർ വന്നിതാ. പാപഭാരങ്ങൾ തീർത്തോ കൽബകം റാഹ നൽകണേ സയ്യിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവേ, ഈ സ്വലാത്തുകൾ ചൊല്ലിയ, കേട്ട് ചൊല്ലിയ എല്ലാവരെയും ഹബീബിന്റെ പരിശുദ്ധമായ ഹളറത്തിലെത്തിക്കണേ അല്ലാഹ്. ഹബീബിനെ കാണാൻ വിട പറയുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ അരികത്തെത്തിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഹബീബിനെ കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഹബീബിന്റെ പരിശുദ്ധമായ ആ സന്തോഷത്തിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്ലിസിൽ സംഗമിച്ച മുഴുവൻ ആളുകളെയും സ്വീകരിക്കണേ അല്ലാഹ്. കടങ്ങൾ കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാഹ്. വേദനയിൽ കഴിയുന്നവരുടെ വേദന മാറ്റണേ അല്ലാഹ്. ദുഃഖത്തിൽ കഴിയുന്നവരുടെ ദുഃഖങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ ഖായിബാക്കല്ലേ, ഞങ്ങളെ സങ്കടപ്പെടുത്തല്ലേ അല്ലാഹുവേ. ഒരുപാട് ആളുകൾ കടങ്ങളിലാണ്. അവരുടെ കടങ്ങളെ വീടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഓരോ ദിവസം മുടങ്ങാതെ ഞങ്ങളുടെ മജ്ലിസിൽ വരുന്നവരാണ്. നീ തട്ടല്ല അല്ലാഹ്, നീ തട്ടല്ല അല്ലാഹ്, നീ തട്ടല്ലേ റബ്ബേ. ജദ്ദിദു ഈമാനക്കും വനബ്ബിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
لا إله إلا الله 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 അല്ലാഹുവേ ഈ പരിശുദ്ധമായ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർ അല്ലാഹ് ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി വിട പറയാൻ നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. സന്തോഷം നിറച്ചു കൊടുക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങളെല്ലാം നീ നിറയ്ക്കണേ അല്ലാഹ്. ചൊല്ല് മടിക്കണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരുപാട് സഹോദരങ്ങളൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിതകാലത്ത് വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്കാരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ ഞങ്ങളുടെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ പെടുത്തല്ല റഹ്മാനെ, സങ്കടത്തിൽ പെടുത്തല്ല റഹ്മാനെ, ദുഃഖത്തിൽ പെടുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഈമാനികമായ ചിന്തകൾ നീ ഉറപ്പിച്ചു തരണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, കടങ്ങൾ വീടാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ അവരുടെ കടങ്ങളെയെല്ലാം നീ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ഉംറക്ക് പോകാൻ നിയ്യത്ത് ചെയ്തവരുണ്ട്, അവരെ നീ അവിടെ എത്തിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ അർഹമറാഹിമായ തമ്പുരാനെ, കരുണക്കടലായ അല്ലാഹ്. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടൊരു സഹോദരന്റെ ഭാര്യ അല്ലാഹുവേ വർഷങ്ങളായി കുഞ്ഞിക്കാലിന് വേണ്ടി കാത്തിരുന്നതാണ് അല്ലാഹ്. സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അംഗവൈകല്യമില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ലാഹ്. കണ്ണിന് കുളിർമയുള്ള മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസിൽ മക്കളില്ലാത്ത
കഴിയാത്തവരുണ്ടോ അവർക്ക് ആണും പെണ്ണുമായ മക്കളെ കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, നമുക്ക് തന്നുപോയ മക്കള്, ആ പ്രിയപ്പെട്ട കുരുന്ന മക്കള്, അല്ലാഹുവേ, അവർക്ക് മാരകമായ രോഗങ്ങളോ സങ്കടങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ വെച്ചിട്ട് പരീക്ഷിക്കല്ല അല്ലാ, സങ്കടത്തിലാക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഖാലിഖായ അല്ലാ, നീ തന്ന അവയവങ്ങൾക്കൊരു കേടുപാട് തരല്ല പടച്ചോനെ. അല്ലാ, നീ തന്ന അവയവങ്ങൾക്കൊരു കോട്ടം തരല്ല അല്ലാ, ഒരു ദുഃഖം തരല്ല റബ്ബേ, ഒരു സങ്കടം തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനേ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, സന്തോഷത്തിന്റെ വഴികളിലൂടെ ജീവിതം മുന്നോട്ട് വെക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മജ്ലിസിൽ നിറഞ്ഞ മനസ്സോടെ ഏത് ആഗ്രഹങ്ങളാണോ മനസ്സിൽ നീയത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് റബ്ബേ, അവർക്കെല്ലാം മനസ്സിന്റെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ തട്ടിക്കളയല്ലേ തമ്പുരാനെ, ഞങ്ങളെ ഖായിബാക്കല്ലേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹ്, ഇതിനകത്തൂടെ കമന്റ് ബോക്സിലൂടെ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, അവരുടെ ആഗ്രഹങ്ങളെല്ലാം നീ സഫലമാക്കി കൊടുക്കണേ റബ്ബേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.